ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കളക്ട്രേറ്റ് മാർച്ച് നടത്തി. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും സുരക്ഷാ വലയം ഭേദിച്ച് കളക്ട്രേറ്റിനുള്ളിൽ കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. മാർച്ച് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രം നവീകരിക്കാനല്ല നിങ്ങൾക്ക് ആവശ്യം. അവിടെ എത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കലല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം പണമുണ്ടാക്കലാണ്. അങ്ങനെ ശബരിമലയെ പണമുണ്ടാക്കാനുള്ള വേദിയാക്കി മാറ്റാമെന്ന് CPM വിചാരിച്ചാൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ ശ്രമവും ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ കണക്ക് പറയും. അയ്യപ്പന്റെ മുതല് മോഷ്ടിച്ചവരാരായാലും, അത് മുഖ്യമന്ത്രി ആയാലും ശരി, വകുപ്പ് മന്ത്രി ആയാലും ശരി, അവരെല്ലാവരെയും കേരളത്തിൽ പരസ്യ വിചാരണ ചെയ്യപ്പെടും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, സമരം ഈ മാർച്ച് അവസാനിപ്പിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരുൺ, ഇന്ന് രാവിലെയാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടും കേന്ദ്ര തലത്തിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് വയനാട് ജില്ലയിലും സമരം നടത്തിയത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ശബരിമല ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടുവെന്നും അത് മറിച്ചു വിറ്റവർ ആരാണെന്ന് കണ്ടെത്തണമെന്നും M.T. രമേശ് ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയ ആരാണെന്ന് സർക്കാർ മറുപടി പറയണമെന്നും, എന്നാൽ ഇക്കാര്യം നിയമസഭയിൽ മറുപടി പറയിപ്പിക്കാൻ UDF-ന് താല്പര്യമില്ല എന്നും മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. താൻ ഒന്നും അറിഞ്ഞില്ലെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദം അപ്പാടെ വിശ്വസിക്കണം എന്നാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന ഒരു ആരോപണം കൂടി, ഗുരുതരമായ ഒരു ആരോപണം കൂടി M.T. രമേശ് ഉന്നയിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മഹേന്റെ അധ്യക്ഷതയിലായിരുന്നു തുടർന്ന് ധർണ നടത്തിയത്. പ്രവർത്തകർ ഒരു തവണ ബാരിക്കേഡ് മറികടന്ന് കലക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പിന്നീട് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് നിരവധി പ്രവർത്തകർ കൊടികുത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി, സംസ്ഥാന സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ശബരിമല വിഷയത്തിൽ നേരത്തെ മുതൽ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് വിശ്വാസികൾക്കെതിരായ സമീപനമാണ് സ്വീകരിക്കുന്നുണ്ടെന്ന് ആരോപിച്ചു. വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലും വള്ളിയൂർക്കാവിലും ചില അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം കൂടിയാണ് ഉന്നയിച്ചത്. BJP-യുടെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും വിവിധ മോർച്ചകളുടെ ഭാരവാഹികളുമാണ് സമരത്തിൽ പങ്കെടുത്തത്. അരുൺ.